നാസയുടെ കണക്കുകൂട്ടലുകൾ ശരിയായാൽ നാളെയാണ് ആ ദിനം. ഭൂമിയെ ലക്ഷ്യമാക്കി ഒരു കൂറ്റൻ ചിഹ്നഗ്രഹം എത്തുന്നതായി നാസ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 7200 അടി വലുപ്പമുള്ള കൂറ്റൻ ചിഹ്നഗ്രഹമാണ് ഭൂമിയെ ലക്ഷ്യമാക്കി നീങ്ങുന്നത്. ഭൂമിയിലെ നിലവിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ബുർജ് ഖലീഫയാണെന്ന് നമുക്കറിയാം. ഈ ബുർജ് ഖലീഫയേക്കാൾ 2.5 മടങ്ങിലേറെ വലിപ്പമാണ് ഇതിനുള്ളത്. 2024 ജൂൺ 27, അതായത് നാളെ ഇത് ഭൂമിയുടെ ഏറ്റവും അടുത്തെത്തും എന്നാണ് നാസയുടെ മുന്നറിയിപ്പ്. 2011 UL-21 എന്ന ചിഹ്നഗ്രഹമാണ് നാളെ ഭൂമിയുടെ ഏറ്റവും അടുത്ത ഭാഗത്തായി എത്തുന്നത്. മണിക്കൂറിൽ 93,176 കിലോമീറ്റർ വേഗതയിലാണ് ഇതിന്റെ സഞ്ചാരം. 2011 ഒക്ടോബർ 17 കാറ്റലിന സ്കൈ സർവേയും നാസയും മറ്റു ചില നിരീക്ഷണങ്ങളും ചേർന്ന് കണ്ടെത്തിയ ചിഹ്നഗ്രഹമാണ് 2011 UL-21. ഈ ചിഹ്നഗ്രഹം ഇപ്പോൾ സഞ്ചരിക്കുന്ന പാതയിൽ ഭൂമി സുരക്ഷിതമാണ് എന്നും ഈ സഞ്ചാരപാതയിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനം ഉണ്ടായാൽ അതൊരു ദുരന്തത്തിന് കാരണമായേക്കും എന്നുമാണ് നാസയുടെ വിലയിരുത്തൽ. ഭൂമിയുടെ 4.6 ദശലക്ഷം മൈൽ ദൂരത്തിനുള്ളിൽ വരുന്നതും 150 മീറ്റർ കൂടുതൽ വലുപ്പമുള്ളതുമായ ചിഹ്നഗ്രഹങ്ങളാണ് അപകട സാധ്യത ഉള്ളവയായി നാസ കണക്കാക്കുന്നത്. നിലവിൽ 2011 UL-21 ഭൂമിയിൽ നിന്നും 4.13 ദശലക്ഷം മൈൽ അകലെയാണ് പറക്കുന്നത്. കൃത്യമായ ആസൂത്രണത്തിലൂടെ ഇതിനെ ഭൂമിയിൽ എത്താതെ നോക്കാൻ കഴിയുമെന്ന് നാസ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇവയുടെ സഞ്ചാരപാതയിൽ ഏതെങ്കിലും രീതിയിലുള്ള വ്യതിയാനം ഉണ്ടായി ഈ കൂറ്റൻ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചാൽ 30 കിലോമീറ്ററിലേറെ വീതിയും 3/4 കിലോമീറ്ററോളം ആഴമുള്ള വലിയൊരു ഗർത്തം ഭൂമിയിൽ സൃഷ്ടിക്കുമെന്നാണ് നാസ വിലയിരുത്തുന്നത്. ഓരോ വർഷവും ചെറുതും വലുതുമായ ഒട്ടേറെ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥത്തിന് സമീപത്തുകൂടി കടന്നു പോകാറുണ്ട്. നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി പ്രകാരം ജൂൺ 25 2 ചിഹ്നഗ്രഹങ്ങൾ ഭൂമിക്ക് സമീപം കടന്നു പോകും എന്നായിരുന്നു. പിന്നീട് ജൂൺ 27 2019 NJ എന്ന് പേരിട്ടിരിക്കുന്ന 64 അടി ചിഹ്നഗ്രഹം 6,610,000 കിലോമീറ്റർ അകലെ കടന്നുപോകും. കൂടാതെ അതേ ദിവസം തന്നെ 7200 അടി വലിപ്പമുള്ള മറ്റൊരു ചിഹ്നഗ്രഹം 6,640,000 കിലോമീറ്റർ അടുത്ത് ഭൂമിക്കടുത്തെത്തും. നാസയുടെ സെന്റർ ഫോർ നിയർ എർത്ത് ഒബ്ജക്റ്റ് സ്റ്റഡീസ് നിരന്തരമായ നിരീക്ഷണം നടത്തുന്നുണ്ട്. ബഹിരാകാശത്തെ ചിഹ്നഗ്രഹങ്ങൾ നമുക്ക് വലിയ സുരക്ഷാ ഭീഷണി ഇപ്പോൾ സൃഷ്ടിക്കുന്നില്ലെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. ഏതെങ്കിലും ചിഹ്നഗ്രഹം ഭൂമി ലക്ഷ്യമിട്ടെത്തിയാൽ മറുമരുന്നെന്ന നിലയിൽ ഡാർട്ട് സാങ്കേതികവിദ്യ ഉപയോഗിക്കാമെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഭയത്തിന്റെയും ആവശ്യമില്ല. ഭൂമിയിൽ നിന്ന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ചിഹ്നഗ്രഹമായ ഡിഡിമോസിനെ ചുറ്റിക്കറങ്ങുന്ന ഡൈഫോർമോസ് എന്ന മറ്റൊരു ചെറു ചിഹ്നഗ്രഹത്തെയാണ് ഡാർട്ട് ഇടിച്ചത്. സെക്കൻഡിൽ 6.6 കിലോമീറ്റർ എന്ന വേഗത്തിൽ ഡാർട്ട് ഈ ചെറു ചിഹ്നഗ്രഹത്തിന് നേരെ പാഞ്ഞെടുത്താണ് ഇടിച്ചത്. 612 കിലോ ഭാരവും 1.5 മീറ്റർ നീളവുമുള്ള പേടകമായിരുന്നു ഡാർട്ട്. ഇടിക്ക് ശേഷം ചിഹ്നഗ്രഹത്തിന്റെ നിലയിൽ മാറ്റം സംഭവിച്ചിരുന്നു. ഡൈഫോർമോസിൽ ഇടിയുടെ ഫലമായി ഗർത്തം രൂപപ്പെടുകയും അതിൽ നിന്ന് കഷ്ണങ്ങളായി അവശിഷ്ടങ്ങൾ രൂപപ്പെടുകയും ചെയ്തു. ഏകദേശം 40-നടുത്ത് കഷ്ണങ്ങൾ ഇങ്ങനെ ഉണ്ടായി എന്നാണ് കരുതപ്പെടുന്നത്. മനുഷ്യവംശം പലതരം പ്രകൃതിക്ഷോഭങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട് എങ്കിലും ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിൽ പതിച്ചിട്ടുണ്ടാകുന്ന അപകടങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാകില്ല. 6.5 കോടി വർഷം മുൻപ് ഭൂമിയിൽ പതിച്ചൊരു ചിഹ്നഗ്രഹത്തിന്റെ ആഘാതത്തിലും തുടർ പ്രതിഭാസങ്ങളിലുമാണ് ദിനോസറുകൾ ഈ ഭൂമിയിൽ നിന്നും പൂർണ്ണമായും അപ്രത്യക്ഷമായത്. ഭൂമിയിൽ പലതവണ പതിച്ചിട്ടുള്ള ചിഹ്നഗ്രഹങ്ങളുടെ ആഘാതം പലയിടത്തുമുള്ള വൻകുഴികളുടെ ആഴത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഈ കാലഘട്ടത്തിൽ ചിഹ്നഗ്രഹ പതനങ്ങൾ കുറവാണ് എന്ന് കരുതി ഇതൊരിക്കലും സംഭവിക്കുകയില്ല എന്ന് പറയാൻ സാധിക്കില്ലെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. ഭൂമിയെ ചിഹ്നഗ്രഹ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ പ്ലാനറ്ററി ഡിഫൻസ് സംവിധാനത്തിൽ നാസയുടെ ഏറ്റവും വലിയ ത്രില്ലർ ദൗത്യങ്ങളിൽ ഒന്നായിരുന്ന ഡാർട്ട് അഥവാ ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് വളരെ മുന്നോട്ട് പോവുകയും ചെയ്തു. ഇത്രയൊക്കെ മുൻകരുതലുകൾ ഉണ്ടായിരിക്കവെയാണ് അടുത്തൊരു ചിഹ്നഗ്രഹം ഭൂമിക്കടുത്തേക്ക് എത്തുന്നു എന്ന വാർത്ത പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.